പ്രാഥമിക നിഗമനം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ ED പരിശോധന നടക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണൻ, സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ എന്നിവരുടെ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലുമാണ് പരിശോധന പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, സംസ്ഥാനത്ത് ഒരേ സമയത്ത് 12 ഇടങ്ങളിലാണ് ED പരിശോധന. ED രണ്ടും കൽപ്പിച്ചാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഈ സായി ഗ്രാമത്തിന്റെ ചുമതലക്കാരനായ ആ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ED സംസ്ഥാനത്തെ 12 ഇടങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ചില കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ കൂടി ബന്ധപ്പെടുത്തി ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ ED 12 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് സംസ്ഥാന വ്യാപകമായുള്ള ഒരു തിരച്ചിലിലേക്ക് കടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായും ആനന്ദ്കുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള വീട്, ആ വീട്ടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘം ഓഫീസുണ്ട്, ആ ഓഫീസിലും അതുകൂടാതെ സായി ഗ്രാമത്തിലുമാണ് തിരുവനന്തപുരത്ത് പരിശോധന നടത്തുന്നത്. ഒപ്പം അനന്തുവിന്റെ ഇടുക്കിയിലുള്ള ഓഫീസിലും കൂടാതെ ലാലി വിൻസെന്റ്, അത് കോൺഗ്രസ് നേതാവാണ്, ഒപ്പം അനന്തുവിന്റെ അഭിഭാഷകയും നിയമോപദേഷ്ടാവുമാണ്, ഇവരുടെ വീട്ടിലുമൊക്കെ തന്നെ ആയിട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത്. സായി ഗ്രാമം ചെയർമാൻ കൂടിയായ അനന്തകുമാറിന്റെ വീട്ടിലും ഓഫീസിലും സായി ഗ്രാമത്തിൽ 4 ടീമുകളായിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ജോയിന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സംഘം ആണ് ആദ്യം എത്തിയതെങ്കിൽ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ മറ്റൊരു സംഘം കൂടി കൊച്ചിയിൽ നിന്നെത്തി പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് നൽകാം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിരുന്നു ഈ പാതിവില തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ED ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു ആരോപണം കൂടി ഉയർന്നു വന്നിരിക്കുന്നു. അതേസമയം അനന്തകൃഷ്ണനെ കുറിച്ചുള്ള മറ്റ് അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിച്ചു വരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ അനന്തകുമാറും അനന്തകൃഷ്ണനുമായി ചേർന്ന് നടത്തിവരുന്ന ഈ ട്രസ്റ്റിന്റെ ഇടപാടുകൾ, അത് ഇതുവരെ നടത്തിയ സാമ്പത്തിക ക്രയവിക്രയങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ സംശയത്തിന്റെ നിഴലിലായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ED ഈ കേന്ദ്രങ്ങൾ വ്യാപകമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ അനന്തകുമാറിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനോ ഉള്ള സാധ്യതകൾ കുറവായിരിക്കും. കാരണം രേഖകളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം അവ ഒത്തുനോക്കും, പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കും. അതിനു പിന്നാലെയായിരിക്കും കസ്റ്റഡിയിലും ചോദ്യം ചെയ്യലിലും ഒക്കെ കടക്കുക. എന്തായാലും ജാമ്യം അനന്തകുമാറിന് നൽകരുത് എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ EDയും ക്രൈംബ്രാഞ്ചും ഉറച്ചു നിൽക്കുന്നത്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പരിശോധന എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. കാരണം സായി ഗ്രാമം സംബന്ധിച്ചിടത്തോളം അത് തോന്നിക്കലാണ്. അവരുടെ ഓഫീസുണ്ട്, ഓഫീസുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഒരുപാട് സംരംഭങ്ങളുണ്ട്, അതുമായി ഉള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ തന്നെ ED ഇന്ന് ചോദ്യം ചെയ്യാനും ഒപ്പം ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്താനും ഉള്ള സാധ്യതകൾ ഏറെയാണ്. ശാസ്തമംഗലത്തെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഈ റെയ്ഡ് പുരോഗമിക്കുന്ന സമയത്തും വീട്ടിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വലിയ തട്ടിപ്പിന്റെ കൃത്യമായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് EDയുടെ നീക്കം. കാരണം കോടിക്കണക്കിന് രൂപ അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടും അത് എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ അത് കള്ളപ്പണമായി വെളുപ്പിക്കപ്പെട്ടോ, ഇത്തരം ഒരു സംശയം EDയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോടിക്കണക്കിന് രൂപ ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത ഈ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടേക്കാണ് മാറ്റപ്പെട്ടത്, അത് ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ഒപ്പം കോഴിക്കോട് മേഖലയുമായി ബന്ധപ്പെട്ട ചില ആളുകളിലേക്ക് സംശയം നീണ്ടിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് റെയ്ഡുകളോ പരിശോധനയോ ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ഇതിനൊരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ഒരു ആരോപണം കൂടെ ഉയർന്നു വന്നിരിക്കുന്നാൽ ഈ കേസിന്റെ വലിപ്പം, അതിന്റെ മാനം വളരെയധികം വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം വലിയ തരത്തിലുള്ള തട്ടിപ്പാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളിലാണ് അധികം പേരും ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. കാരണം പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകാം, അതിന്റെ പേരിൽ നടത്തിയ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി, അതുപോലെ തന്നെ അനന്തു
സംഘടിപ്പിച്ച ഒട്ടുമിക്ക സദസ്സുകളിലും അനന്തകുമാറിന്റെ സാന്നിധ്യം, ലാലി വിൻസെന്റിന്റെ നിയമോപദേശം ഇതെല്ലാം തന്നെ ഇ ഡിക്ക് മുന്നിൽ ഒരു സംശയത്തിന്റെ നിഴലായി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രവുമല്ല, ഈ ലാലി വിൻസെന്റിന് നൽകിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് നിയമോപദേശത്തിനായി നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നിയമോപദേഷ്ടാവ് ഏത് തരത്തിൽ പണം ഉപയോഗിച്ചു, അതിൽ തീർച്ചയായും ബിനോയ്, ലാലി വിൻസെന്റിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ ലാലി വിൻസെന്റ് ആണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. രേണുകയുണ്ട് നമ്മളോടൊപ്പം. രേണുക, ഇപ്പോൾ ഈ ബിനോയ് സൂചിപ്പിച്ച പോലെ തന്നെ ലാലി വിൻസെന്റ് ഈ ഒരു കേസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ്. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ലാലി വിൻസെന്റ് ആണ്. കാരണം അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് ഫീസായി കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. അനന്തു കൃഷ്ണൻ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ച് സമീപിച്ചത് ലാലി വിൻസെന്റിനെ ആണ് എന്നുള്ള തരത്തിലൊക്കെയാണ് നമുക്കും ലഭിച്ച വിവരങ്ങൾ. എങ്ങനെയാണ് അവിടെ കൊച്ചിയിൽ ഈ ഒരു ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന പുരോഗമിക്കുന്നത്? നിലവിലിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിരിക്കുന്നു ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം 48 ലക്ഷം രൂപയുടെ ഒരു പേരിലാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിലെ അടക്കം ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അഭിഭാഷക ഫീസായ ലാലി വിൻസെന്റ് 48 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളത് ഈ 5 വർഷത്തെ ഇടപാടുകളുടെ ഒരു ഭാഗമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കൃത്യമായി എങ്ങനെയാണ് ഈ 48 ലക്ഷം രൂപ ഈ ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ കാലയളവിലാണ് വന്നിരിക്കുന്നത്, ലാലി വിൻസെന്റ് പോലും സമ്മതിക്കുന്നുണ്ട് അഭിഭാഷക തുകയായിട്ടാണ് 48 ലക്ഷം വാങ്ങിയിരിക്കുന്നത്. ഏതൊക്കെ ടൈമിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് രേഖകളടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് 7 ഇടങ്ങളിലായിട്ടാണ് ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. നിലവിലിപ്പോൾ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിലെ കടവന്തറയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലും അനന്തുകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലും ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലടക്കം ഇപ്പോൾ ഇ ഡിയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 48 ലക്ഷം രൂപ ഏത് രീതിയിലെല്ലാം ഈ ലാലി വിൻസെന്റിന്റെ വീട്ടിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇപ്പോൾ കാണുന്നത് ഈ ലാലി വിൻസെന്റിന്റെ വീടാണ്. ഈ 108 എന്ന് പറയുന്ന നമ്പറിൽ കാണുന്നത് ലാലി വിൻസെന്റിന്റെ വീടാണ്. അവിടെ ഒരു 6-7 സംഘം ഇ ഡി അംഗങ്ങൾ അവിടെ എത്തി പരിശോധന നടക്കുന്നുണ്ട്. ഈ രേഖകളടക്കം ഇന്നലെ ഹൈക്കോടതി പോലും ലാലിയുടെ അറസ്റ്റിനെ താൽക്കാലികമായ ഒരു അറസ്റ്റ് നിലവിൽ വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം വ്യക്തമായ ഒരു പരിശോധന അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ നിരത്തണം, ലാലി വിൻസെന്റിന്റെ മേൽ ചുമത്തിയ വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ വേണമെന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ഹൈക്കോടതി പോലും പറഞ്ഞത്. ഏതൊക്കെ രീതിയിലാണ് ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നത്, 48 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കൃത്യമായി എങ്ങനെ ഈ അക്കൗണ്ടിലേക്ക് വന്നു, ഈ പ്രതിയായ അനന്തു കൃഷ്ണൻ ഇപ്പോൾ എങ്ങനെയാണ് ഈ 48 ലക്ഷം രൂപ കൃത്യമായി ഓരോരോ സമയം കൊടുത്തിരിക്കുന്നത് എന്നൊരു കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ അക്കൗണ്ടുകളിൽ വന്നിരിക്കുന്നത്, അപ്പോൾ ഇൻകം ടാക്സ് അടക്കമുള്ളവർ ഈ കാര്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. കൃത്യമായ രേഖകൾ തെളിവുകളും വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രതിയായി ഇപ്പോൾ കരുതപ്പെടുന്ന ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 2 പോലീസ് സ്റ്റേഷനുകളിൽ ലാലി വിൻസെന്റ് ഇപ്പോൾ പ്രതി എന്ന രീതിയിലുണ്ട്. 7ാം പ്രതി എന്ന പേരിലാണ് ഇപ്പോൾ അറിയുന്നത്. കാളിദാസ്. ശരി രേണുക, ഏതായാലും സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഇ ഡി പരിശോധന പുരോഗമിക്കുന്നത്. അത് കൊച്ചിയിൽ തന്നെ വരുമ്പോൾ 7 ഇടങ്ങളിലായിട്ട് പരിശോധന നടക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ രേണുക നൽകിയ വിവരം കൂടി. ഇനിയും പരിശോധനകൾ കൂടാനേ സാധ്യതയുള്ളൂ. കാരണം വളരെ കുറച്ച് കേസുകളുടെ വിവരങ്ങൾ മാത്രമേ ഇ ഡിക്ക് ലഭിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇ ഡി ആരാഞ്ഞിട്ടുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥരോട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു 12 ഇടങ്ങളിലേക്ക് പരിശോധന തന്നെ എത്തി നിൽക്കുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ പാതിവില തട്ടിപ്പ് കേസിൽ എത്രയോ കേസുകൾ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കേസുകളുടെ വിവരങ്ങൾ കൂടി ഇ ഡിയിലേക്ക് എത്തുന്ന മുറയ്ക്ക് ഇ ഡി ഈ ഒരു പരിശോധനയും റെയ്ഡും എല്ലാം വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല. വിവരങ്ങളുമായി ബിനോയും രേണുകയുമാണ് ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്. വയനാട് പുനരധിവാസത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 16 അംഗ പ്രത്യേക കമ്മിറ്റി നിയോഗിക്കപ്പെട്ടു. വായ്പാ തുക ചെലവഴിക്കാൻ കേന്ദ്രത്തിനോട് സാവകാശം തേടാനാണ് തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും കമ്മിറ്റി പുനഃപരിശോധിക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു 16 അംഗ പ്രത്യേക കമ്മിറ്റി ഇപ്പോൾ രൂപീകൃതമായി. ഇനിയിപ്പോൾ ഈ 45 ദിവസമെന്നുള്ള ആ ഒരു സാവകാശം, അല്ലെങ്കിൽ മാർച്ച് 31 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇതിന് കുറച്ച് സാവകാശം തേടാൻ തന്നെയാണോ ഈ 16 അംഗ പ്രത്യേക